ഹായ് ഓൾ, വെൺപിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹമീദ ബിന്ദു വഹാബ്. ഞാൻ ഇന്റർനാഷണൽ മൈൻഡ്ഫുൾനെസ് ട്രെയിനറാണ്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം വെൽനസ് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. മദർഹുഡ് എംപവർമെന്റ് ലീഡറാണ്. അതിനോടൊപ്പം തന്നെ അക്യുപങ്ചറിസ്റ്റ് കൂടിയാണ്. ഓക്കെ. അപ്പോൾ വിൺപിൾ നടത്തുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 21st ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഒരുപാട് കോഴ്സുകൾ വിമ്പിൾ നടത്തുന്നുണ്ട്. ഒരുപാട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നടത്തി വരുന്നത്. ഇതിന്റെ വിമ്പിളിന്റെ കപ്പിത്താനായിട്ടുള്ള ഫൈസൽ സാർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാര്യം പിന്നെ വളരെ കുറഞ്ഞ ഫീസിൽ ഒരുപാട് കോഴ്സുകൾ നല്ല ക്വാളിറ്റി ഉള്ള, ഒട്ടും ക്വാളിറ്റി കുറയാതെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു വളരെ തുച്ഛമായ ഫീസാണെങ്കിലും ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമ്മുടെ മുന്നിൽ ഫൈസൽ സാർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫൈസൽ സാർക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാം ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇതിലൊരു അവസരം തന്ന, ഇപ്പൊ ഈ ട്രെയിനേഴ്സ് ടോക്കിൽ എനിക്കൊരു അവസരം തന്ന ജാസ്മിൻ മാമിനും ഞാൻ താങ്ക് യു പറയാണ്. അപ്പം നമ്മള് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഫൈസൽ സാർ പറഞ്ഞൊരു വാചകമുണ്ട്, മനോഹരമായ പ്രവർത്തനമാണ് ട്രെയിനിങ് എന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ എന്താ പറയാ, ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആർട്ട്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അപ്പം അങ്ങനെ ഒരു ആർട്ടിലൂടെ എത്തിപ്പെട്ട ആളാണ് ഞാൻ. ആ ഒരു ആർട്ടിന്റെ രുചി അറിഞ്ഞെത്തിയ ഒരാളാണ് ഞാൻ. എംടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത്. പിന്നെ എംടെക് കഴിഞ്ഞു, കുറച്ച് നാൾ ഗ്യാപ്പ് വന്നു. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അങ്ങനെ ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, റിലാക്സേഷൻ അതിലേക്കൊക്കെ പോയി. അങ്ങനെ മൈൻഡ്ഫുൾനെസ് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ വന്നു. അങ്ങനെ മൈൻഡ്ഫുൾനെസ്സിൽ സർട്ടിഫിക്കേഷൻ എടുത്തു. ആ ട്രെയിനിങ് ഫീൽഡിലേക്ക് അങ്ങനെയാണ് ഞാൻ എത്തിപ്പെടുന്നത്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായി ഇപ്പോൾ ഒരു 2.5 വർഷത്തോളമായി ഈ ട്രെയിനിങ്ങിന്റെ ഇതിൽ തന്നെയാണ്. അങ്ങനെയാണ് ഈ വിൻപിളിലും ഒക്കെ പരിചയപ്പെടുന്നതും വിൻപിളിലെ ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ എത്തിച്ചേർന്നതൊക്കെ അതാണ്. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിലൂടെ, ഈ ഒരു കലയിലൂടെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയും. അപ്പം നമ്മളിലൂടെയും ഒരുപാട് പേർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇന്നത്തെ ട്രെയിനറെ നമുക്കൊന്ന് പരിചയപ്പെടാം. വെമ്പിള് നടത്തിയിട്ട് വരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ അവതാരകരായിട്ട് എത്താറുള്ളത്. നമ്മുടെ ഇന്നത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഷാൽമിയ ബഷീർ മാം ആണ്. അപ്പം ഷാൽമിയ ബഷീർ മാം എന്നെ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നും ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മോണ്ടിസോറി ട്രെയിനറായിട്ട്, റെമഡിയൽ ട്രെയിനറായിട്ട്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ എന്താ എനിക്ക് നല്ല ഇതായി ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ലിറ്റിൽ റൂട്ട്സ് കിഡ്സ് അക്കാഡമി, അതിന്റെ ഫൗണ്ടർ ആണ് ഷാൽമിയ മാം. അതുപോലെ തന്നെ ലൈഫ് കോച്ചും ആണ്. അപ്പം ഒരുപാട് പേരെ, പ്രത്യേകിച്ച് കുട്ടികളെ നല്ല രീതിയിൽ തന്നെ പാരൻസിനെയും അതുപോലെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ഷാൽമിയ മാമിനെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ഈ ഒരു ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഐ വെൽക്കം ഷാൽമിയ ബഷീർ മാം. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോ ഡൈവേഴ്സിറ്റി ആണ്. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂറോ ഡൈവേഴ്സിറ്റി, അല്ലേ? അപ്പം കൂടുതൽ നമുക്ക് ഷാൽമിയ മാമിൽ നിന്ന് അറിയാം എന്താണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ഐ വെൽക്കം ഷാൽമിയ മാം. ഓവർ ടു യു. Okay, thank you, Hamida ma'am, for the wonderful intro. So, ഞാൻ ഷാൽമിയ, ആസ് വൈദ മാം പറഞ്ഞ പോലെ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം പിന്നെ ആഫ്റ്റർ മാരേജ് ആൻഡ് ആഫ്റ്റർ ബീങ് എ മദർ, ഐ സ്വിച്ച് മൈ കരിയർ. ഐ എം നൗ ഫോക്കസിങ് ഓൺ കിഡ്സ്. നമ്മുടെ പ്രൊഫഷനും പാഷനും അതുപോലെ തന്നെ ഫാമിലിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പമാണത്. അപ്പം ഗ്രാജുവലി ഫോർ ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ ചെറിയൊരു അക്കാഡമി പോലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് ബഡ്ഡിംഗ് സ്റ്റേജിലാണ് റൺ ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കിഡ്സിനും അതുപോലെ തന്നെ പാരന്റ്സിനുമാണ്, എസ്പെഷ്യലി മോംസിനാണ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം, അല്ലെ? അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മാത്രമാണ് ഇന്ന്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ന്യൂറോ ഡൈവേഴ്സിറ്റി. ഇന്നത്തെ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ന്യൂറോ ഡൈവേഴ്സിറ്റി ആണ്. ഡൈവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആസ് എൻ ഇന്ത്യൻ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു സ്ലോഗനാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം ഇന്ത്യ മറ്റു ഏതൊരു രാജ്യത്തെക്കാളും ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. അത് ഭാഷ ആയിക്കോട്ടെ, വേഷം ആയിക്കോട്ടെ,
ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, നമുക്ക് മരുഭൂമികളും ഉണ്ട്, അതുപോലെ മഞ്ഞുമലകളും ഉണ്ട്. അതേപോലെ തന്നെ ആ വൈവിധ്യങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ഉണ്ട്. നമ്മളിപ്പോ ഭാഷയുടെ കുറിച്ചും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരു വൈവിധ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിനെയാണ് നമ്മൾ ഷോർട്ടാക്കി ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത് 1998 മുതലാണ്. അതുവരെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സോഷ്യലായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് കുറച്ചും കൂടെ ഈ ഒരു ടേം കോയിൻ ചെയ്ത് തുടങ്ങിയത് 1998 ജൂഡി മീൻസ് ഒരു സോഷ്യോളജിസ്റ്റ്, ഓസ്ട്രേലിയൻ സോഷ്യോളജിസ്റ്റ് ആണ് ജൂഡി സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള. അവരുടെ സോഷ്യോളജി ഒരു ഹോണേഴ്സിന്റെ തീസിസിൽ അവര് ഓട്ടിസത്തിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ഈ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നും നമ്മൾ അതുവരെ മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ആയി കണ്ടിരുന്ന കുറച്ച് കാറ്റഗറിയിൽ പെടുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് ഒരു നാച്ചുറൽ ബ്രെയിനിന്റെ വേരിയേഷൻ മാത്രമാണെന്ന് കണ്ടു തുടങ്ങിയത് ഈ 1998 ശേഷമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് പല തരത്തിലാണ് നമ്മൾ കാണുന്നത്. മീൻസ് ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിലും എന്തൊരു കാര്യം ഒരാൾ മറ്റൊരാളെ പോലെയല്ല. ഇവൻ നമുക്കറിയാം ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് 100% സെയിം ജീൻ ഉള്ള ആൾക്കാരാണ്. ഒരു സൈഗോട്ടിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ മീൻസ് സെയിം 100% സെയിം കാര്യങ്ങളായിരിക്കും. ഈവൻ അവർക്ക് പോലും അവരുടെ ബയോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിംഗർ പ്രിന്റ്സ് ആയിക്കോട്ടെ, ഐറിസ് ആയിക്കോട്ടെ, അതൊക്കെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും ബ്രെയിനും ഡിഫറെന്റ് ആണ്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഈ ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. മീൻസ് ഈച്ച് ആൻഡ് എവ്രി വൺ ഇസ് ഡിഫറെന്റ്, ജസ്റ്റ് ലൈക്ക് ദെയർ ബ്രെയിൻ ഇസ് ഓൾസോ ഡിഫറെന്റ്. അപ്പൊ ബ്രെയിൻ ഡിഫറെന്റ് ആവുന്നതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരും ഒരാളെ പോലെ അല്ലല്ലോ. ഓക്കെ, സോ ഈ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് ഓട്ടിസം, ADHD, അത് OCD, അങ്ങനെ ഒരുപാട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലോകത്തെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ന്യൂറോ ഡൈവേർജൻ എന്ന് പറയുന്നത്. ഈ ന്യൂറോ ഡൈവേഴ്സ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങളെ കുറിച്ച് ആകെ മൊത്തം പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ന്യൂറോ ഡൈവേർജൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരെയാണ്. ആദ്യം ഇവരെയൊക്കെ നമ്മൾ മെന്റൽ പേഷ്യൻസ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് മാറ്റി, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ലോകം പുരോഗമിക്കും തോറും ഇതൊരു മാനസിക രോഗമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമോ അല്ല, ജസ്റ്റ് ഒരു വേരിയേഷൻ ആണ്. മറ്റേതൊരു വെറൈറ്റി പോലെ, മറ്റു നമ്മളെ മൃഗങ്ങളിലുള്ള വെറൈറ്റി പോലെ അല്ലെങ്കിൽ പക്ഷികളിലുള്ള വെറൈറ്റി പോലെ നമ്മളെ ന്യൂറോളജിക്കൽ വെറൈറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് ഈ നമ്മള് ന്യൂറോ ഡൈവേർജന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മള് കോമൺ ആൻഡ് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കോമൺലി കാണുന്ന കാര്യത്തിന് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് മാത്രം. ഒരുപാട് പേര് ഒരേപോലെ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് നോർമൽ പീപ്പിൾ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ന്യൂറോ ടിപ്പിക്കലുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ന്യൂറോ ഡൈവേഴ്സിറ്റിയിൽ പെടാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ, മീൻസ് ഒരുപാട് പേര്, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആ ഒരു സെയിം റുട്ടീനിൽ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പറയുന്ന പേരാണ് ന്യൂറോ ടിപ്പിക്കലുകൾ എന്ന്. അപ്പം ന്യൂറോ ടിപ്പിക്കൽ എന്നൊരു വിഭാഗം മെജോറിറ്റി ആയതുകൊണ്ട് മാത്രമാണ് അവരെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ നോർമൽ ടാഗ് ലൈൻ കൊടുക്കുന്നത്. ഈ ന്യൂറോ ഡൈവേർജന്റുകൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂറോ ഡൈവേർജൻസിയിൽ വരുന്ന ADHD ആയിക്കോട്ടെ, ഓട്ടിസം ആയിക്കോട്ടെ, എന്തൊരു കാര്യങ്ങളും സ്പെക്ട്രൽ ഡിസോർഡർ ആണ്. അപ്പൊ ഈ സ്പെക്ട്രൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രീം ഇല്ല. ജസ്റ്റ് 1% മാത്രം പ്രോബ്ലം ഉള്ളവരുണ്ടാവും, 100% പ്രോബ്ലം ഉള്ളവരുണ്ടാവും, ജസ്റ്റ് മൈൽഡ്. നമ്മൾ ഓട്ടിസത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയല്ലോ മൈൽഡ് ഓട്ടിസം, മോഡറേറ്റ് ഓട്ടിസം, എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഇത്രയും കാലം, നമ്മളിപ്പം ഇന്ന് 2026 അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇതിനു മുന്നേ ഉള്ള കാലങ്ങളിൽ ഇപ്പം നമുക്കൊരു 5-6 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ പണ്ട് പ്രാദേശികമായ പേരുകൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. ഒസ്വാസ്, വട്ട് അല്ലെങ്കിൽ പ്രാന്ത്, പിന്നെ നമ്മൾ എണ്ണം വരെ കൊടുക്കും, അളവുകോലുകൾ വരെ വെച്ച് അരവട്ട്, 1.5 പിരി ലൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു കാലത്ത് നമുക്കിപ്പം
ADHD എന്നും OCD എന്നും നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നും ഒക്കെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ അവെയർ ആയി കഴിഞ്ഞു. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 1990-കളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് അഞ്ജലി പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവി. ഒരുപാട് നാഷണൽ അവാർഡുകളും ചൈൽഡ് ആക്ടർക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മൂവിയാണ്. ആ ഒരു മൂവിയിൽ ഈ ഒരു നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ഡിസോർഡർ ഉള്ള ഒരു കുട്ടി, ഒരു ഓട്ടിസം സ്പെക്ട്രം ഓർ കോഗ്നിറ്റീവ് ഡിസോർഡർ ആയിട്ടുള്ള അങ്ങനെ ഒരു കണ്ടീഷനിലുള്ള ഒരു കുട്ടീനെ ആ പാരന്റ്സ് മാറ്റി, ഐ മീൻ സമൂഹം തന്നെ മാറ്റി നിർത്തുകയും ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആ പാരന്റ്സിന് നേരിടേണ്ടി വരുന്ന സോഷ്യൽ പ്രഷർ, മറ്റുള്ളവരെ കളിയാക്കലുകൾ, എങ്ങനെയാണ് ഇങ്ങനെ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെ സമൂഹം നോക്കി കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് പണ്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു മൂവി എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ മൂവി? കണ്ടിട്ടുണ്ട്. കുറെ സോ പഴയതാണല്ലോ. നമ്മൾ ഒരുപാട് പഴയത്, നമ്മളൊക്കെ ജനിക്കുന്ന മുന്നേ ഉള്ള ഒരു മൂവിയാണ്. സോ 1990-ലാണെന്ന് തോന്നുന്നു. ബേബി ഷാമിലിയാണ് അതിൽ അഭിനയിച്ചത്. അപ്പൊ ആ ഒരു സ്റ്റോറി നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് വളരെ ഗോത്രൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. മീൻസ് ഇപ്പം നമ്മൾ പറയും ഇങ്ങനെയുള്ള ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പ്രഷറുകളും ഒരുപാട് ബുള്ളിങ് ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പക്ഷെ അതിലുപരിയാണ് അവരുടെ പാരന്റ്സിന് സമൂഹത്തെ നോക്കിക്കാണും. മീൻസ് ചില ആളുകൾ ഇപ്പോഴും ഒരു ടാബു ആയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നോക്കിക്കാണുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കാൻ കാരണം നിങ്ങൾ ചെയ്ത മുൻജന്മ പാപമാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെന്നും ഒക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ന്യൂറോ ഡൈവേർജൻസി ഉള്ളത് സ്പെക്ട്രൽ ഡിസോർഡർ ആണെന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, നമുക്ക് അറിയേ പോലും ഇല്ല. അതാണ് നമ്മൾ മാസ്ക്ഡ് OCD അല്ലെങ്കിൽ മാസ്ക്ഡ് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് റിവീൽ ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ട്. പിന്നെ എക്സ്ട്രീംലി ഒരാളുടെ പരസഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളും ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ആണ്, മീൻസ് മെന്റൽ ഇൽനെസ്സും ഡൗൺ സിൻഡ്രോവും ന്യൂറോളജിക്കൽ ഡൈവേർജൻസിയിലുള്ള OCD അതുപോലെ ADHD ഓട്ടിസം പോലുള്ള കാര്യങ്ങളും തമ്മിൽ നമ്മൾ ഒട്ടാകെ കൂടിക്കുഴയ്ക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു രോഗം തന്നെ, രോഗാവസ്ഥകളാണ്. നമ്മൾ സ്കീസോഫ്രീനിയ പോലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ, അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ പോലെ, അതൊക്കെ മരുന്ന് കുടിച്ചും മീൻസ് ഇറ്റ്സ് ഓൾസോ കണ്ടീഷൻ. ഇപ്പൊ പൂർണ്ണമായി മാറിയില്ലെങ്കിലും അതൊക്കെ സൈക്യാതെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്, ഒരു രോഗം തന്നെയാണ്. പക്ഷേ അതും ഈ ന്യൂറോ ഡൈവേർജൻസിയിലുള്ള കാര്യങ്ങൾ, അതായത് OCDയും ODDയും അല്ലെങ്കിൽ ഓട്ടിസവും ADHD ഒക്കെ പറഞ്ഞ ഒരു കണ്ടീഷനാണ്. നമ്മളെ ബ്രെയിനിന്റെ ഫുൾ ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിന് വേണ്ട ഹോർമോണുകൾ പൂർണ്ണമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ. നമുക്കറിയാം നമ്മളെ ഫിംഗർ പ്രിന്റ് ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പാറ്റേണും അതുപോലെ അതിന്റെ ഓരോ ചുളുക്കുകളും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് തന്നെയാണ് നമ്മളെ ബ്രെയിനിന് സംഭവിക്കുന്നത്. ബ്രെയിൻ അത്രയും കാര്യം ഒരു മനുഷ്യന്റെ എല്ലാ സകലമാന കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മളെ ബ്രെയിനാണ്. അപ്പൊ ആ ബ്രെയിനിന് ഉണ്ടാവുന്ന ചെറിയ ചില മാറ്റങ്ങൾ പോലും ഓരോ വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. അപ്പം അതിലുണ്ടാവുന്ന ഹോർമോൺ പ്രൊഡക്ഷന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഈ ഫോൾഡുകൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം, അതുപോലെ തന്നെ ഗ്രോത്തിന് ഉണ്ടാവുന്ന റിട്ടാർഡേഷൻ, അതൊക്കെയാണ് ഒരു മനുഷ്യനെ പല അവസ്ഥകളിലേക്ക് മാറ്റുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മീൻസ് മെന്റൽ ഇൽനെസ് ഒരു ഫാക്ടറാണ്, മീൻസ് ഒരു സെക്ഷൻ തന്നെയാണ്. അതുകൂടാതെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത്രയും കാലം നമ്മൾ എന്ത് പ്രോബ്ലം ഉള്ളവരെ ഒന്നിക്കൽ ഭ്രാന്തന്മാരായിട്ട് പറയും, മെന്റൽ ഇൽനെസ്, അല്ലെങ്കിൽ മന്ദബുദ്ധികൾ എന്ന് പറയും. കുറച്ച് ക്രൂരമായ വാക്കാണെങ്കിലും ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത വാക്ക് അത് തന്നെയാണ്, മന്ദബുദ്ധികളുടെ സ്കൂൾ, അല്ലെങ്കിൽ ആ കുട്ടി മന്ദബുദ്ധിയാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ അത് ഡൗൺ സിൻഡ്രോം ആണ്, മീൻസ് ഡൗൺ സിൻഡ്രോം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇതുവരെയും നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന വാക്കൊന്നും പറയാതെ മംഗോളിസം എന്നൊക്കെ പറഞ്ഞത്, മംഗോളിയൻസിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ മംഗോളിസം എന്ന് പറയും. അത് വേറൊരു കണ്ടീഷൻ തന്നെയാണ്. അത് ന്യൂറോളജിക്കൽ പ്രോബ്ലം കൊണ്ട് മാത്രമല്ല, ക്രോമസോമൽ ഡിസോർഡർ ആണ്. ഇപ്പൊ നമ്മള് ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ ജീവികളെയും ഇന്ന തരത്തിലേക്ക് മാറ്റുന്ന നമ്മുടെ ക്രോമസോമുകളുടെ നമ്പറിന് വലിയൊരു ഫാക്ടർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാര് 46 ക്രോമസോം ആണ്. പാറ്റേണൽ സൈഡിൽ നിന്നും മെറ്റേണൽ സൈഡിൽ നിന്നും നമുക്ക് 23 and 23 ഈച്ച് കിട്ടിയത് കൊണ്ടാണ് 46 ക്രോമസോമുള്ള മനുഷ്യരായി മാറുന്നത്. അപ്പൊ ഈ 46 ക്രോമസോമിന് പകരം 47 ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഈ മംഗോളിസം എന്ന് പറയുന്നത്. ട്രൈസോമി 21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോമസോമിന് വരുന്ന ഒരു മ്യൂട്ടേഷൻ കാരണമാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് അനദർ ഒരു വേറൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം
അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ന്യൂറോ ഡൈവേർജൻസി ഉണ്ടാവും. കാരണം അവർ ചിന്തിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നതും അവർക്ക് ഉണ്ടാകുന്ന ഇന്റലിജന്റ് അബിലിറ്റിയും ഒക്കെ ഡിഫറെന്റ് ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ സാധാരണ നോർമൽ എന്ന് പറയുന്ന ന്യൂറോ ടിപ്പിക്കൽ ആൾക്കാരുമായിട്ട്. സോ ഡൗൺ സിൻഡ്രോം ഇസ് ആൻ അനദർ കേസ്. മെന്റൽ ഇൽനെസ് ഇസ് ഡിഫറെന്റ്. അതുപോലെ തന്നെ ഈ OCD, ODD, ADHD, ഓട്ടിസം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് എ ന്യൂറൽ വേരിയേഷൻ മാത്രമാണ്. അത് പക്ഷേ സ്പെക്ട്രൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ പല തരത്തിലുണ്ട്. ഒരു പ്രോബ്ലം ഇല്ലാത്തവരുണ്ട്, പല ഫോബിയാസ് ഉള്ളവരും, സെൻസിറ്റീവ് പ്രോബ്ലംസ് ഉള്ളവരും, അങ്ങനെ നമുക്ക് അറിയാൻ പറ്റാത്ത തരത്തിൽ, മീൻസ് ഈവൻ ലൈറ്റിന് പ്രോബ്ലം, സെൻസറി പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ലൈറ്റ് കാണുന്നത് പ്രശ്നമായിരിക്കും. ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില ആളുകൾ മാസ്കിംഗ് ആയിട്ട് നമുക്ക് കാണാത്ത രീതിയിൽ അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അവർ ഇന്റേണലി ഒരുപാട് പ്രഷറുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത്, മീൻസ് നോർമൽ സൊസൈറ്റി എന്ന് പറയുന്നത് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ. ഇപ്പൊ നമ്മളൊരു സർവേ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 65-ലധികം ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള നോർമൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റി കംപ്ലീറ്റ്ലി, ഇപ്പൊ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, എൻവയോൺമെന്റ്, നമ്മൾ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം ഈ ന്യൂറോ ടിപ്പിക്കൽ ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ സമൂഹത്തിൽ സിങ്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടും, അല്ലെ? അവര് കുറച്ച് സ്ലോ ലേണേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം പലതരത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമുക്ക് ടീച്ചിങ്ങിലുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മള് കിനസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരം ലേണേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ നോർമലി എല്ലാവരെയും പോലെ ഒരുമിച്ചിരുന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ സ്പീഡിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് താല്പര്യമുള്ള, അവരുടെ ബ്രെയിന് എങ്ങനെയാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ മാത്രമേ അവർക്ക് ആ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവരെ നമ്മൾ പഠിക്കാത്ത കുട്ടികളായിട്ടും മണ്ടന്മാരായിട്ടും പൊട്ടന്മാരായിട്ടും മാറ്റി വെക്കും. പക്ഷെ അവർക്ക് ഇന്റേണലി ഇന്റലക്ച്വൽ പവർ ഒരുപാടുണ്ടാവും. പക്ഷെ അവര് സൊസൈറ്റി അല്ലെങ്കിൽ ലോകത്തെ നോക്കി കാണുന്ന രീതി പലതരത്തിലായിരിക്കും. ചിലർക്ക് പിക്ചറിലൂടെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുക, ചിലർക്ക് സൗണ്ടിലൂടെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുക, ചിലർക്ക് തൊട്ടും തടവിയും ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി ആയിരിക്കണം നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് വർക്ക് കൾച്ചറും. ഇപ്പം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ഹൈലി പ്രഷർ ഉള്ള ഒരു സമൂഹത്തിലേക്കാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ കൂടെ. മീൻസ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ആ കമ്പാരിസൺ തന്നെ അവർക്ക് വലിയൊരു പ്രഷറാണ്. നോർമലി തന്നെ അവര് ഡോപ്പോമിന്റെ അളവാണെങ്കിലും അങ്ങനെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾക്ക് ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ് കുറെ അധികം ആൾക്കാർക്ക് ഈ ന്യൂറോ ഡൈവേർജൻസി ഉണ്ടാകുന്നത്. ആ പ്രഷറിന്റെ കൂടെ തന്നെ ഈ സൊസൈറ്റൽ പ്രഷർ അല്ലെങ്കിൽ പീർ പ്രഷർ ഉണ്ടാകുമ്പോൾ അവർ കൂടുതലായിട്ട് ഈ ആൻസൈറ്റി പോലുള്ള അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള മെന്റൽ കണ്ടീഷനിലേക്ക് പോകും. അതുകൊണ്ടാണ് അവർ പൊതുസമൂഹത്തിൽ നിന്ന് കുറച്ചും കൂടെ ഉൾവലിഞ്ഞു നിൽക്കാൻ കാരണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മെജോറിറ്റി ആയതുകൊണ്ടാണ് ന്യൂറോ ടിപ്പിക്കലിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പം കൊണ്ടുപോകുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളായിക്കോട്ടെ എല്ലാം. അപ്പം അതിന് ഉദാഹരണമായിട്ട് മറ്റൊരു സിനിമയെ കുറിച്ച് പറയാം. ഈ സിനിമ എക്സാമ്പിൾ പറയുന്ന കാരണം നമ്മൾ പുസ്തകം വായിക്കുന്ന പോലെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാൻ സഹായിക്കുന്നത് സിനിമകളാണ്, നല്ല സിനിമകൾ. ഇത് നമ്മളെ മെജോറിറ്റി ന്യൂറോ ടിപ്പിക്കൽ ആയതുകൊണ്ടാണ് ന്യൂറോ ഡൈവേർജൻസിന് ഇത്രയും സഫർ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സിനിമയാണ് ഡൗൺ ഹിൽ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. ഓക്കെ, ഡൗൺ സൈഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. സോ ആ ഒരു മൂവി ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. അവിടെ എല്ലാവരും ഡൗൺ സിൻഡ്രോം ബാധിച്ചവരാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ക്രോമസോമൽ ഡിസോർഡർ ആണ്. 21st ക്രോമസോമായിട്ട് ട്രൈസോമിയുടെ മ്യൂട്ടേഷൻ സംഭവിച്ച് 47 ക്രോമസോം ഉള്ള ആളുകളെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം ഉള്ളവർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള സാധാരണ 46 ക്രോമസോമുകൾ മാത്രമുള്ള ഒരാൾ ജനിക്കുന്നു. അതാണ് ഈ സ്റ്റോറി. അപ്പൊ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, ഈ ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാള് ഡൗൺ സിൻഡ്രോം പോലെ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും, അവിടെയുള്ള ആളുകൾ ഇവനെ ഒരു വലിയ കുറച്ചിലുള്ള ആള്, അല്ലെങ്കിൽ നമ്മളിപ്പം എങ്ങനെയാണോ ഇത്തരം പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളെ കാണുന്നത് അതേ രീതിയിലാണ്. ഈവൻ നമുക്കറിയാം ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് ഒരു പെർട്ടിക്കുലർ റൗണ്ട് ഫേസ് ആണ്, ഹൈറ്റ് കുറവായിരിക്കും, ആൽമണ്ട് ഐസ് ആയിരിക്കും, അങ്ങനെ ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നെ ഒരുപാട് ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഇന്റലിജന്റ് എബിലിറ്റിയും നമ്മളെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കുട്ടി വളരുമ്പോൾ ഉണ്ടാവുന്ന
കാര്യം നമുക്കത് രസകരമായി തോന്നുമെങ്കിൽ നമ്മൾ ഉള്ളിലൂടെ ചിന്തിക്കുമ്പോൾ ശരിക്കും എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ന്യൂറോട്ടിപ്പിക്കൽ ആണ്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ സമൂഹത്തെ ഒരു വേറെ രീതിയിൽ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന കുറെ ആളുകൾക്ക് നമ്മളുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഒരു നല്ലൊരു എൻവയോൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പെക്ട്രൽ ഡിസോർഡർ ആണ്. ഒരുപാട് തരം പ്രോബ്ലംസും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. മീൻസ് അവർക്ക് ഫിസിക്കലിയും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിലേസും സ്പീച്ച് ഡിലേസും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, ഒരുപാട് കണ്ടീഷനിലുള്ള OCD പോലെ, ADD പോലെ, അതുപോലെ ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ പോലെ, ADHD പോലെ ഒരുപാട് തരത്തിലുള്ള, അതിൽ തന്നെ അതും സ്പെക്ട്രൽ ഡിസോർഡർ ആണ്, പലതരം മോഡറേഷനിൽ പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു പല രീതിയിലാണ്. അവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ടാവും, അതുപോലെ സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡുകളിൽ അവർ സൂപ്പർ ഫോക്കസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ വിജയിച്ചു അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിസിനസ് പരമായിക്കോട്ടെ, സ്പോർട്സിലായിക്കോട്ടെ, സയന്റിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പല പേരുള്ള ആളുകളും ന്യൂറോ ഡൈവേർജന്റ് ആണ്. നമ്മൾ എക്സാമ്പിൾ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ന്യൂറോ ഡൈവേർജൻസി ഉള്ള ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരാളാണല്ലോ മെസ്സി ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ഓട്ടിസം ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സും ബിൽ ഗേറ്റ്സും എലോൺ മസ്കും, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള മൈക്കൽ ഫെലിക്സ് എന്ന സ്വിമ്മറും, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫേമസ് ആൾക്കാരൊക്കെ മീൻസ് അവരുടേതായ രീതിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, നമുക്ക് ഇപ്പോഴും മറ്റുള്ള എല്ലാവർക്കും ഒരു ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടെ നോക്കി കാണുന്ന ഒരുപാട് പേര് ന്യൂറോ ഡൈവേർജന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ലോകത്ത് നോക്കി കാണുന്നത് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പൊ അവർ സൂപ്പർ ഫോക്കസ്ഡ് ആണ്. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ്. ഒരുപാട് ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട്. പക്ഷെ ഏതൊരു വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായുള്ള ഒരു കഴിവും ഉണ്ടാവും. അത് നമുക്കറിയാം. നമ്മൾ ഒരാളെ പോലെയല്ല ഒരാള്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പം ഒരുപാട് ഗോൾഡ് മെഡലുകൾ സ്വിമ്മിങ്ങിന് നേടിയ മൈക്കൽ ഫെലിക്സ് സ്വിമ്മർ ആയതുകൊണ്ടാണ്. മീൻസ് അയാളെ പിടിച്ച് നമുക്കൊരു മീൻസ് ഡിസ്ലെക്സിയ പോലുള്ള ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മൈക്കൽ ഫെലിക്സ് എന്ന് പറയുന്നത്. ഒറ്റ ഒളിമ്പിക്സ് തന്നെ 7ഉം 8ഉം ഗോൾഡ് മെഡലുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അയാളുടെ കഴിവ് അത്ലറ്റിക്സ് ആണ് അല്ലെങ്കിൽ സ്പോർട്സ് ഓറിയന്റഡ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അയാളുടെ വിജയം. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ABCD മര്യാദക്ക് എഴുതാനും ഡിസ്ലെക്സിയെ ചികിത്സിച്ച് മാറ്റാനും അതിന്റെ ലിറ്ററേച്ചർ ഫീൽഡിലൊക്കെ കൊണ്ടുപോയി ആക്കുകയാണെങ്കിൽ പൂജയായി മാറും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് ഏത് രീതിയിലാണോ കഴിവുള്ളത് ആ ഒരു ഫീൽഡിലേക്ക് അവരെ കൊണ്ടുപോയി മാറ്റാൻ അല്ലെങ്കിൽ അവരെ ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായിക്കോളും. അപ്പൊ നമുക്ക് ഗവൺമെന്റ് തന്നെ തരുന്ന ഒരു കാർഡ് ഉണ്ട്. ഇത്ര മാസം മുതൽ ഇന്ന ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ കാണിക്കുക അല്ലെങ്കിൽ അതിന് അതോറിറ്റിയെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ചാർട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ചാർട്ട് ഒക്കെ തരുന്നുണ്ട്. നോർമലി എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതാണ്. അപ്പൊ അതിനൊരു വേരിയേഷൻ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമായിട്ടുള്ള ചികിത്സകള് അല്ലെങ്കിൽ തെറാപ്പികളാണെങ്കിലും അതിനുള്ള ഒരു സ്പെഷ്യലിസ്റ്റിന് നമ്മൾ പോയി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇന്നും ഒരു മെന്റൽ അബിലിറ്റി മീൻസ് ഡിസേബിൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ചിലായിട്ടോ എന്റെ കുട്ടിക്ക് വട്ടാണെന്ന് ആളുകൾ പറയോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേതൊരു സ്പെഷ്യലിസ്റ്റിനെ പോലെ തന്നെയാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് എന്റെ ഡോക്ടറാണെന്ന് പറഞ്ഞ ആ സൈക്യാട്രിസ്റ്റിനെ ചൂണ്ടിക്കാണിക്കാറില്ല ഒരു പേഷ്യന്റും. ഇപ്പോഴും അതൊരു ടാബോ പോലെയാണ്. നമ്മൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എല്ലിന് പ്രോബ്ലം വരുമ്പോൾ പോകുന്ന പോലെ അല്ലെങ്കിൽ നെഫ്രോളജിയിൽ പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോവേണ്ടതും. പക്ഷെ അത് ഇപ്പോഴും നമ്മൾ ടാബോ ആയി കാണുന്നതുകൊണ്ട് തന്നെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ഒരു കയ്യകലത്തിൽ മാറി നിൽക്കുന്ന ഡോക്ടേഴ്സാണ്. മറ്റേതൊരു ഡോക്ടേഴ്സിന് നമ്മൾ അത്രയും
കാര്യമായിട്ട് പറയുമ്പോഴും സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു അകലമാണ്. കാരണം ഇനി എല്ലാവരും നമ്മളെ വട്ടന്മാരാക്കും എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെയാണ്. ബോഡിക്ക് അസുഖം വരുന്ന അതേപോലെ തന്നെയാണ് മൈൻഡിനും അസുഖം വരുന്നത്. ഇപ്പൊ നമ്മൾ ബോഡിയിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിന് പ്രോബ്ലം വരുമ്പോൾ, ഇപ്പൊ സ്കിന്നിന് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എല്ല് പൊട്ടുമ്പോൾ വേഗം ഹോസ്പിറ്റലിൽ എത്തി അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സ്കാനിങ്ങോ എക്സ്റേയോ സർജറിക്ക് ആവശ്യമാണെങ്കിൽ സർജറി ഒക്കെ ചെയ്ത് ഓർത്തോളജിസ്റ്റിനെ കണ്ട് അവർ തരുന്ന മെഡിസിൻ ഒക്കെ എടുത്ത് നമ്മൾ അസുഖം മാറ്റാൻ ശ്രമിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് മൈൻഡിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെന്റൽ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഡെവലപ്മെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാലൊക്കെ ഈ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തും സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുന്നത് നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെ, നമ്മൾ അതൊക്കെ ഒരു സോഷ്യൽ ടാബുമായിട്ട് ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ണട വെക്കുന്നവരാണ് എല്ലാവരും. ഒരുപാട് പേര് നമ്മൾ കണ്ണട വെക്കുന്നത്. ഇപ്പൊ 0.15 പവർ ലെൻസ് മുതൽ 3.5 വരെ ഉണ്ട് നമ്മള് ലെൻസിന്റെ പവറുകൾ. അതൊക്കെ നമുക്കതൊരു വൈകല്യമാണെങ്കിൽ, കണ്ണുപൊട്ടനാണെങ്കിൽ, ബ്ലൈൻഡ് ആണോ എന്ന് നമ്മൾ ആരും പറയുന്നില്ലല്ലോ. പക്ഷെ അതേപോലെ നമ്മളെ ഒരു സെൻസ് ഓർഗൻ ആണ് കണ്ണും. കണ്ണിന് വരുന്ന അതേ പ്രോബ്ലം തന്നെയാണ് ചെവിക്ക്, നമ്മളെ കേൾവിക്ക് പ്രോബ്ലം വരുന്നത്. പക്ഷെ ഹിയറിംഗ് എയ്ഡ് വെച്ച ഒരാളെ കാണുമ്പോൾ നമുക്ക് അതൊരു വൈകല്യമായിട്ട് വേഗം ഫീൽ ചെയ്യും. അത് കണ്ണട വെച്ച് 1000 പേരെ കണ്ട് നമ്മൾ അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇയറിംഗ് എയ്ഡ് വെച്ച് 1-2 പേരെ കാണുമ്പോഴേക്കും അവൻ പൊട്ടനാണ് അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനാണെന്നുള്ളത് വിധി എഴുതി കഴിയും. അപ്പൊ കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോർമലൈസും, ചെവിക്ക് പ്രോബ്ലം വരുമ്പോൾ ഒരു അബ്നോർമൽ അല്ലെങ്കിൽ അതൊരു ഡിസേബിൾഡ് ആവുന്നത് പോലെയാണ്. നമുക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടിനും പ്രോബ്ലം തന്നെയാണ്. നമ്മൾ 2 സെൻസ് ഓർഗൻ ആണ്, അപ്പൊ രണ്ടിനും പ്രോബ്ലം ആണ്. പ്രോബ്ലം ഇല്ലെങ്കിൽ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. നമ്മൾ ഒരു എയ്ഡ് അല്ലെങ്കിൽ എക്സ്ട്രാ എയ്ഡ് വെച്ചിട്ട് നമുക്കുള്ള ചെറിയൊരു പ്രോബ്ലത്തിന് നമ്മൾ ഫിക്സ് ചെയ്യാണ്. ചിലർ ലൈഫ് ലോങ് കണ്ണട വെക്കും, ചിലർ ലൈഫ് ലോങ് ഇയറിംഗ് എയ്ഡ് വെക്കും. അത്ര ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ബോഡിക്ക് അസുഖം വന്നാലും മൈൻഡിന് അസുഖം വന്നാലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷനിലൂടെ പോവുകയാണെങ്കിലും നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റൽ ഡിലേയോ അല്ലെങ്കിൽ ചെറിയൊരു ഡൈവേർജൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മൾ അതിന് വേണ്ട തുടർ കാര്യങ്ങൾ ചെയ്യുകയാണ് ആവശ്യം. നമുക്കൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി പ്ലേ തെറാപ്പി ആണെങ്കിലും, അതുപോലെ തന്നെ റിമീഡിയൽ ട്രെയിനേഴ്സിന്റെ അടുത്ത്, മീൻസ് നമ്മൾ നോർമൽ സ്കൂളിൽ പോയി കുട്ടീനെ ആക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിമീഡിയൽ ട്രെയിനിങ് പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പി സെഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ എന്തിനോട് കൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത് അത് ഈസി ആയിരിക്കും. മീൻസ് നമുക്കറിയാം ഇങ്ങനെയുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൈവേർജന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പക്ഷെ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പെർമനന്റ് ആണെന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നിഷേധിച്ച് അവരെ ഒരു മുറിയിലിട്ട് പൂട്ടണം എന്നല്ല പറയുന്നത്. ഇതൊരു നമ്മുടെ ന്യൂറൽ വേരിയേഷൻ ആണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോപ്പമിന്റെ അളവ് നമ്മുടെ സാധാരണ മീൻസ് നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കുറവാണ് ഈ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ മീൻസ് ADHD ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഉള്ള ആളുകൾക്കൊക്കെ ഡോപ്പമിന്റെ അളവൊക്കെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്റ്റേണലി ഡോപ്പമിൻ പിൽസ് ആയിട്ടോ മെഡിക്കേഷൻ ആയിട്ടോ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തെറാപ്പികളിലൂടെ അവർക്ക് സ്പീച്ച് ഡിലേ ഉണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പിയിലൂടെ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി, ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൈകാലുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഫിസിയോതെറാപ്പികളിലൂടെയും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അത് കാര്യങ്ങൾ അതത് സമയത്ത് തന്നെ ചെയ്യണം. ഇപ്പൊ OCD നമ്മൾ പറയും വൃത്തി കൂടുതലുള്ള ഒരു അവസ്ഥയാന്ന് പറയാം. പക്ഷെ അത് മാത്രമല്ല ഈ OCD എന്ന് പറയുന്നത്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ്. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ, ഇപ്പം നമ്മൾ നോർമലി 1-2 കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നതിന് പകരം 1000ഓളം കാര്യങ്ങൾ ഇങ്ങനെ റൺ ചെയ്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് OCD ആണെങ്കിലും ADHD ആണെങ്കിലും ഒക്കെ. അപ്പൊ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അത് നമ്മളൊരു 5-6 വയസ്സിൽ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഹയർ ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോഴേക്കും അതൊക്കെ ഫിക്സ് ചെയ്യാൻ അവർക്ക് മീൻസ് സെൽഫായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഒരു സൊസൈറ്റിയിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാ കാലത്തും രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പം ഒരു പരിധി വരെയുള്ള ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഏർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സ്പെക്ട്രത്തിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഹൈലി മീൻസ് ജനിച്ച് അവസാനം വരെ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട്. അവരല്ലേ ഞാൻ പറയുന്നത്. നോർമലി ജസ്റ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഏർലി ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നോർമൽ സൊസൈറ്റിയിൽ അവർക്ക് ഫിറ്റായി ജീവിക്കാൻ പറ്റും. പക്ഷെ ഇതൊരു നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എന്നുള്ളൊരു കണ്ടീഷൻ അല്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂറോട്ടിപ്പിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളെ വേൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്
ഇങ്ങനെ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ. അപ്പൊ നമുക്കറിയാം ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. ഇൻക്ലൂസീവ് മെത്തേഡ് എന്നാണ് അതിന് പറയാം. അത് പക്ഷെ നമ്മുടെ നോർമൽ സ്കൂളുകളൊക്കെ എക്സ്ക്ലൂസീവ് മെത്തേഡാണ്. നോർമൽ ആയിട്ടുള്ള മീൻസ് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകൾക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്പെഷ്യൽ സ്കൂളുകൾ അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾ ആയിട്ടുള്ള സ്കൂളുകൾ, ബ്ലൈൻഡ് സ്കൂളുകൾ, ഡെഫ് സ്കൂളുകൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഇൻക്ലൂസീവ് സൊസൈറ്റി ആണെങ്കിൽ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മെത്തേഡ് ആണെങ്കിൽ എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ നോർമൽ വേൾഡിലുള്ള ആ ഒരു റേസ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു ഫുൾ A+, +2 കഴിഞ്ഞു, എൻട്രൻസ് എക്സാമിനേഷൻ അത് കഴിഞ്ഞു, മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണോ ഹൈ പൊസിഷൻ, വൈറ്റ് കോളർ ജോബ്, അതിനുള്ള ആ ഒരു റണ്ണിങ് റേസിന്റെ സ്പീഡ് ഈ ഇൻക്ലൂസീവ് ലേണിംഗിൽ കുറവായിരിക്കും. ഇപ്പൊ നമ്മളൊരു 10 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നേടിയെടുക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാം. മീൻസ് ഈവൻ നമുക്ക് ബ്രഷിങ്ങോ അല്ലെങ്കിൽ ക്ലോത്ത് ബട്ടൺസ് ഇടാന്നൊക്കെ പറയുന്ന സാധാരണ ആളുകൾക്ക് അത് വളരെ നിസ്സാരമായിരിക്കും. പക്ഷെ ഇങ്ങനെ ADHD ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിന്റെ ഓട്ടിസത്തിന്റെ എക്സ്ട്രീം സൂപ്പർ ലെവലിലേക്കുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അറിയാലോ അല്ലെ. ഈ മോണ്ടിസോറി, ഡോക്ടർ മോണ്ടിസോറി എന്ന് പറയുന്നത് സ്പെഷ്യലി നീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് ഈ മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഷൂലേസ് കിട്ടുന്നതും ചെയ്യും, അതുപോലെ തന്നെ ബാഗുകൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട കാര്യം, ബ്രഷ് ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ എങ്ങനെ കോംബ് ചെയ്യണം. അപ്പൊ നമുക്കത് സാധാരണ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവർ കണ്ട് വളരും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അവരുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ആൽഫബറ്റ്സ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഡിസ്ലെക്സിയ, ഇങ്ങനെയുള്ള ഈ ന്യൂറോ ഡൈവേർജൻസ്, ഇപ്പൊ നമ്മൾ ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളെ പേരൊക്കെ പറഞ്ഞു, ADHD ഉള്ള ആളുകളും അതുപോലെ തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് ഡിസ്ലെക്സിയ ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ADHD ഫാദ് ഫാസിലൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് ഡിസ്ലെക്സിയ പ്രോബ്ലം ഉള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ നമ്മൾ നോർമൽ കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് വലിയ വലിയ എസ്സേകളോ അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിങ്ങോ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അവർക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ അവരുടെ അക്ഷരങ്ങൾ ഒരിക്കലും സാധ്യമാവുന്നതല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി അവർക്ക് അതൊരു വലിയ ടാസ്ക് ആണ്. അവർ ചിത്രം വരയ്ക്കുന്ന പോലെയാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ അക്ഷരങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. ഇപ്പൊ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും B ഏതാണ് D ഏതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ തന്നെയായിരിക്കും. ആ ഒരു ഭാഗം നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ഭാഗത്ത് അവർക്ക് ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ അവരെ നമ്മൾ എക്സ്ട്രീം പ്രഷർ കൊടുത്ത് ഫുൾ മാർക്ക് വാങ്ങാം അങ്ങനെയല്ല, അവര് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. ആ കഴിവ് നമ്മൾ കണ്ടെത്തി അതിനു വേണ്ടിയുള്ള പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ, പറഞ്ഞു, അത് തന്നെ വളരെ ജോബ്സ് പോലെ എലൺ മസ്ക് പോലെയുള്ള അവരൊക്കെ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഇപ്പം എലൺ മസ്ക് സ്പോർട്സിനോ അങ്ങനെയൊന്നുമല്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് എന്താണോ കഴിവുള്ളത് ആ ഒരു കഴിവുള്ള മേഖലയിൽ അവർ സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും. ആ കഴിവുകൾ നമ്മൾ കുട്ടികളിൽ കണ്ടെത്താൻ ശ്രമിക്കുക, അത് നമ്മൾ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലകൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അവരെ ഒന്നുകൂടെ ചേർത്ത് നിർത്തണം. മീൻസ് മറ്റേ കുട്ടികൾ ഒഴുക്കിനൊപ്പം നീങ്ങിക്കോളും, അവർക്ക് കൂടുതൽ മറ്റുള്ളവരുടെ സഹായം ഒന്നും ആവശ്യമുള്ള ഒരു പ്രായപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ പഠിക്കാനും അതൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എപ്പോഴും ഒരു പുഷ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കുറച്ചും കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റിയുള്ള ഒരു സാഹചര്യം ഒരുക്കാനും ഒക്കെ ശ്രമിക്കാം. നമുക്കറിയാം നമ്മളെ എൻവയോൺമെന്റ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പുറത്താണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് നോർമൽ റോഡിൽ പോലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ മോളുകളാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സേഫ് ആണ് നമ്മുടെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ റോഡുകളിലൂടെ ട്രാവൽ ചെയ്യാന്നുള്ളത് ഇപ്പോഴും പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഇനി ഭാവിയിൽ വരുമായിരിക്കും.
അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ സൊസൈറ്റി ആണെങ്കിലും ഇപ്പൊ ഓഫീസുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഡൈവേർജന്റ് ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തരാണെന്ന് നമുക്ക് തോന്നുന്ന സാധാരണക്കാരെ പോലെ സ്പീഡിൽ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത അവർ കുറച്ച് സ്ലോ ലേണേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ളവരെയും കൂടെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ നമ്മുടെ ഒപ്പം തന്നെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം നമ്മൾ മുന്നേ കാണേണ്ടത്. അപ്പൊ അവർക്ക് പറ്റിയുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ളവരെ നമ്മുടെ തന്നെ കൂടെ ചേർത്താം. മീൻസ് നമുക്കറിയാം ഒരുപാട് പ്രഷറുകൾ ഇങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ നമ്മളെ സ്കൂളുകളിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് നമ്മളെ മൈൻഡിലേക്ക് വരുന്ന കുട്ടികൾ ഉണ്ടാവും. എല്ലാവരാളും ബുള്ളി ചെയ്യപ്പെടുന്ന, മീൻസ് നമ്മളെ എല്ലാ കാലത്തും മാർക്കായിരുന്നല്ലോ മാനദണ്ഡം എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലും തോക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ പരമ മണ്ടനായിട്ട് നമ്മൾ ചിത്രീകരിക്കും. പിന്നെ ആ കുട്ടി അവർ തന്നെ സ്വയം വിചാരിക്കും ചിലപ്പോൾ ഞാൻ മണ്ടനായിട്ടായിരിക്കും എനിക്കൊന്നും മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഓൾറെഡി ഞാൻ മണ്ടനാണല്ലോ. അപ്പൊ മണ്ടൻ പൊട്ടൻ എന്നൊക്കെയുള്ള ഈ ബുള്ളിങ് വേറെ, ഇനി മറ്റുള്ളവരെ കൂടെ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു പ്രഷർ വേറെ. അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾ കൂടുതലും ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. നോർമലി ഇവരെ ബ്രെയിനിന് ചെറിയൊരു വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് തന്നെ. ഇപ്പൊ ഡിസ്ലെക്സി ആയിക്കോട്ടെ, ADHD ആയിക്കോട്ടെ, ഹൈപ്പർ ആക്ടിവിറ്റി. നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല, നമ്മൾ വളരെ കാമായിട്ടിരിക്കുന്ന ആളുകൾക്കും ഈ ADHD പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവൾ ഇന്റേണലി അവരുടെ മൈൻഡ് ഇങ്ങനെ ഓൾവേസ് ജെൻവിയിൽ പോലെ കറയും കൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാത്തൊരവസ്ഥ, പ്രൊക്രാസ്റ്റിനേഷൻ അറ്റ് ദ പീക്ക് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ നോർമലി മറ്റുള്ളവരെ പോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കൂടുതൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകാനും പിന്നീട് അവർക്ക് നോർമലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സർഗാത്മകമായി ജന്മന ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കഴിവ്, ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലായിരിക്കാം, അങ്ങനെയുള്ള കഴിവ് പോലും ഇത്തരം ബുള്ളിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മളിപ്പം തിരിച്ചറിയപ്പെടാത്തത് കാരണം അങ്ങ് ഇല്ലാതായി പോവുക ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ അറിയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് എന്തോ ആവട്ടെ, അപ്പൊ ചിലപ്പോ അവരെ ഒന്ന് കൂടെ ചേർക്കുന്നതായിരിക്കും അവർക്കൊരു സമാധാനം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തെറാപ്പീസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. മീൻസ് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ പോയി കാണും. അപ്പൊ കുറച്ച് ഈ OCD പോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഏർലി ഏജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അതൊക്കെ കുറച്ച് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് സ്റ്റേബിൾ ആയി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും മറ്റു കുട്ടികളോട്, ഇത്തരം കുട്ടികൾ നമ്മളെ പോലെ തന്നെയാണ്, നമുക്കില്ലാത്ത ഒരു പ്രത്യേകത അവർക്കും ഇല്ല, അവർക്കില്ലാത്ത ഒരു കഴിവും നമുക്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അഡമനായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. ഈ ഒരു ബുള്ളിങ് നമ്മൾ ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് ഒരു വ്യക്തിയെ സീരിയൽ കില്ലർ മുതൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വരെ ആക്കുന്നത്. അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെറിയ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ സഹജീവി സ്നേഹത്തെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി ചേർത്താൻ. ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ഈ കുറച്ചൊരു ഡൈവേർജന്റ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തികളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു കോമഡി പീസ് ആയിട്ടാണ് തോന്നുക. അവർക്ക് പക്ഷെ അത് എത്രത്തോളം ഹേർട്ട് ആവുന്ന, അത് എത്രത്തോളം ട്രോമയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ കളിയാക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പം എല്ലാവരും മീൻസ് നമ്മളെ വീട്ടിലുള്ള കുട്ടികളെയാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ളവരെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതിനെ കുറിച്ചും നമ്മളൊരു ഇക്വാലിറ്റിയെ കുറിച്ചും ഒക്കെ ബോധവൽക്കരണം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ? നമുക്കിപ്പോ അറിയാം, നമ്മളിപ്പോ എന്തൊക്കെ ഇരട്ടപ്പേരുകൾ ഇട്ട് വിളിച്ച കുട്ടികൾ ഉണ്ടാവും. അത് ഫിസിക്കൽ, നമ്മള് ബോഡി ഷേമിങ് മാത്രമല്ല, ഈ ഇന്റലിജന്റ് ഷേമിങ്ങും ഇപ്പൊ അത്യാവശ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, നിന്റെ കുട്ടിക്ക് എന്താ ഇത്ര മാർക്ക് ഇല്ലാത്തത്. അത് മാത്രമല്ല, ഇപ്പം അത്രത്തോളം കഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സിനെ പലതരത്തിലാണ് ആളുകൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ സൊസൈറ്റി മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പം കമ്പാരിറ്റീവ്ലി ഒരു 10 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മീൻസ് നമ്മൾ ഒസ്വാസ് എന്നും അല്ലെങ്കിൽ കിർക്കെന്നും വട്ടെന്നും പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ADHD ആണെന്നും ഓട്ടിസം ആണെന്നും അത് OCD ആണെന്നും ഒക്കെ മാറ്റി പറയാൻ സാധാരണക്കാർക്ക് പോലും പറ്റുന്നത് നമ്മുടെ അവയർനെസ് കൊണ്ടും നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ അതോറിറ്റീസ് ആണെങ്കിലും ഇതൊക്കെ കുറച്ചും കൂടെ അവെയർ ആക്കുന്നത് കൊണ്ടാണ്. ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് കൗൺസിലിംഗ് സൗകര്യങ്ങൾ മുക്കിലുണ്ട്. അപ്പൊ നമ്മളത് ചൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് ഇപ്പോഴും ഒരു സോഷ്യൽ ടാബോ ആയിട്ട്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബോഡി ഹെൽത്ത് പോലെ തന്നെ ഈക്വലി അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന അത്രയും പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും ചിന്താഗതി ഒരുപോലെയാണ്, കാണാൻ ഒരുപോലെയാണ്, പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണെങ്കിൽ പിന്നെ
ആ ഒരു ജസ്റ്റ് ഒരു റോബോട്ടിക് വേൾഡ് മാത്രമായിട്ട് മാറും. അപ്പൊ ഈ വെറൈറ്റികളാണ് നമ്മുടെ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പൂന്തോട്ടത്തിൽ ഒരേപോലത്തെ പൂക്കൾ മാത്രമാണെങ്കിൽ ഒരു രസമില്ല. പക്ഷെ അത് പലതരത്തില്, പല നിറത്തില്, പല രൂപത്തില്, പല സൈസിലുള്ള പൂക്കളാകുമ്പോൾ, നാച്ചുറലി ഉള്ള ഒരു പൂന്തോട്ടം ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ്. ഇപ്പൊ നമുക്കൊരു കാവ്യാത്മകമായിട്ട് പറയുകയാണെങ്കിൽ, 1000 ഇതളുള്ള ഒരു താമരയും ഒരു കുഞ്ഞു കാക്കപ്പൂ അല്ലെങ്കിൽ ഒറ്റ ഇതളുള്ള തുമ്പപ്പൂ ഒരു തോട്ടത്തിലുണ്ടെങ്കിൽ ആ രണ്ടിനെയും ഒരുപോലെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ആ ലോകം തന്നെ ഭയങ്കര മനോഹരമായിരിക്കും നമുക്ക് പറയാം, അല്ലേ? ഇപ്പൊ നമുക്ക് 1000 ഇതളുള്ള താമര എന്നൊക്കെ പറയുമ്പോൾ ഇല്ലാത്തതാണ് വിചാരിക്കും. പക്ഷെ ഇല്ല, അങ്ങനെ ഒരു പൂവുണ്ട്. സഹസ്രദള പത്മം എന്ന് അതിന് പറയാം. സഹസ്രദള പത്മം, സഹസ്രം മീൻസ് 1000. അപ്പൊ അങ്ങനെയുള്ള ഒരു പൂവ് എന്ന് പറയുമ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ അത് പ്രതീകമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഒറ്റ ഇതളുള്ള തുമ്പപ്പൂവുണ്ട്. പക്ഷെ നമുക്ക് അത് രണ്ടും സുന്ദരമാണ്. അങ്ങനെയുള്ള ആളുകളും വേണം. അതുപോലെ തന്നെ ഇതളുള്ള തുമ്പപ്പൂ പോലെ, കാക്കപ്പൂ പോലെ പലതരത്തിൽ പ്രവർത്തിക്കുന്ന, പല രീതിയിലുള്ള മനുഷ്യർ, പല എത്നിസിറ്റി ഉള്ള, പല ഡൈവേഴ്സ് ആയിട്ടുള്ള, ഡിഫറെന്റ് കൾച്ചറിൽ വരുന്ന, അല്ലെങ്കിൽ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ വേൾഡിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ന്യൂറോളജിക്കൽ എബിലിറ്റീസ് ഉള്ള ആളുകളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ലോകം പൂർണ്ണമാവുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ സിറ്റിയം പോലെ നോർമൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമാണ് നമ്മുടെ ഈ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ. സോ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ് മാം, താങ്ക് യു. ഓക്കെ, ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കൊന്നും പറയാനില്ല? ഈ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുന്നത് അതിന്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചാണ് ഇത്ര മാത്രം കൂടുതലെന്ന്. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളതിന് OCDയും അതിനും ഇതിനും അങ്ങനെ സ്പെക്ട്രം എന്ന് ചേർത്ത് എന്താ പറയാത്തത്? അതിന്റെ പേഴ്സൻറ്റേജ് ഒരേപോലെയാണോ, എന്താണ്? OCD ആണെങ്കിലും നമ്മൾ നോർമലി കാണുന്ന ആളുകൾക്ക് ജസ്റ്റ് കൈ കഴുകുമ്പോൾ മാത്രം പ്രോബ്ലം ഉള്ള പോലെയുള്ള OCD ഉള്ള ആളുകൾ ഉണ്ടല്ലോ. മീൻസ് തൊട്ട് കഴിഞ്ഞാൽ മാത്രം പ്രശ്നം. അത് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത്രത്തോളം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പനിയാണെങ്കിൽ 37 ഡിഗ്രിയിൽ കൂടുതൽ, 37.5 ഡിഗ്രിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പനിയാണെന്ന് പറയും. പക്ഷെ ഇത് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് വേരിയസ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ചില ആളുകൾക്ക് ലൈറ്റ് കാണുന്നതായിരിക്കും പ്രശ്നം, ചില ആളുകൾക്ക് ലൈറ്റ് തീരെ ഇരിക്കുന്നതായിരിക്കും പ്രശ്നം. മീൻസ് ഇരുട്ട് പേടിയായിരിക്കും. ചില ആളുകൾക്ക് സൗണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ചില ആളുകൾക്ക് എക്സ്ട്രീം സൗണ്ട് പോലും കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല? ഓക്കെ, അല്ല, ന്യൂറോളജിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ജന്മന ഉണ്ടാവുന്നതാണ്, അതിന് ശേഷം ഉണ്ടാവുമോ? ജന്മന ഉണ്ടാവുന്നതാണ്. പക്ഷെ ചില ആളുകൾക്ക് ട്രോമ റെസ്പോൺസ് ആയിട്ട് ചെറിയ വേരിയേഷൻ, മീൻസ് നമ്മളെ ഈ ന്യൂറോളജിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ചിലപ്പം ബ്രെയിനിന്റെ സ്ട്രക്ചറിനുള്ള പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾക്ക് ഉണ്ടാവുന്ന ഇൻബാലൻസ് ആയിരിക്കാം. ആ ഇൻബാലൻസ് ഹെറിഡിറ്റി മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി വരാൻ കാരണം ഒന്ന് ഹെറിഡിറ്റി ആണെന്ന് പറയും. മീൻസ് നമ്മൾ പറഞ്ഞല്ലോ, ജീൻ വഴി നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന, മീൻസ് പാരന്റ്സിന് ഉണ്ടായ സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അതുകൂടാതെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കും. മീൻസ് പാരന്റ്സിനെ തന്നെ കിട്ടാതെ എന്തെങ്കിലും ഒരു ക്രോമസോമിൽ അങ്ങോട്ട്, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ നോർമലി എല്ലാ മനുഷ്യരും 46 ക്രോമസോം ഉള്ള ജീവിയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്. ഓരോ ജീവികൾക്കും ക്രോമസോം നമ്പേഴ്സ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ പശുവിനാണെങ്കിൽ 60 ആണെന്ന് തോന്നുന്നു, പൂച്ചക്ക് 38, അങ്ങനെ ക്രോമസോം നമ്പേഴ്സ് ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ ആ ക്രോമസോം നമ്പർ തന്നെ മാറി വരുമ്പോഴാണ് നമുക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഡൗൺ സിൻഡ്രോം മാത്രമല്ല, ഇപ്പൊ നമ്മള് XXY എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, X0 എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, ഈ ക്ലിൻഫിൻഡർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് വേറൊരു ഫീൽഡാണ്. അത് സെക്ഷൽ ഓറിയന്റേഷൻ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പൊ അതുപോലെ തന്നെ ജന്മനാ വരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന്, ഈ അമ്മ ഗർഭിണി ആയിരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. മീൻസ് ചിലപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കാം, ചിലപ്പോൾ അമ്മന്റെ തന്നെ ചിന്തകളുടെ, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ഡിപ്രഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നോ, അല്ലെങ്കിൽ ഈവൻ ആൽക്കഹോളിന്റെ എഫക്ട് വരെ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാകും. പിന്നെ ഒന്ന് പറയുന്നത്, നമ്മൾ പറയില്ല ഓക്സിഡോക്സിൻ ലവ് ഹോർമോൺ ആണ്,
ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കിക്ക് എനർജി കിട്ടുന്ന ഹോർമോണാണ്. അതുപോലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഹോർമോൺസ് ഉണ്ട്, നമുക്ക് എനർജി കൊടുക്കുന്ന ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണൊക്കെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു മീൻസ് നമ്മൾ ബ്രെയിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ടും ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ ചില ആളുകൾക്ക് നോർമലി ഒരു പ്രായം വരെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ട്രോമ, അബ്യൂസോ അല്ലെങ്കിൽ എക്സ്ട്രീം ട്രോമാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ADHD പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ OCD പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം ആൻഡ് താങ്ക് യു അൻസാരി സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എങ്കിലും പറയൂ. ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, എല്ലാരും ഉറങ്ങിപ്പോയോ? എനിക്ക് തോന്നുന്നു ഈ ആരും എന്താണ്? ഉറങ്ങിയിട്ടില്ല. ഉം. ആരും ഉറങ്ങിയിട്ടില്ല എന്ന് പറയായിരുന്നേ. ഓക്കെ, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എങ്കിലും പറയൂ മാം. ഓക്കെ മാം, താങ്ക് യു. എൻ്റെ പേര് ഇന്ദിര എന്നാണ്. ഞാനൊരു റെമഡിയൽ ട്രെയിനർ ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കൂടുതലായിട്ട് കിട്ടുമ്പം നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ കൗൺസിലേഴ്സിനോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം പാരൻസിനാണ് അത് അക്സെപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഒരു മടിയുള്ളത്. കാരണം അവർക്ക് അവരുടെ മക്കള് എല്ലാവരും ഒരേപോലെ ഉള്ളത് എന്നാ. ഇപ്പൊ നമ്മൾ റെമഡിയേഷൻ ഒക്കെ കൊടുക്കണ സമയത്ത് ആ കുട്ടി ഇപ്പൊ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്കിൽ ആ കുട്ടിയുടെ ലെവലിലേക്ക് കുട്ടി എത്തണം എന്നാ. അതായത് ബേസിക് ചിലപ്പോൾ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പോ ആ കുട്ടി എന്താണ് എന്നും കുട്ടിയുടെ ലെവൽ എവിടെയാണ് എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ പാരൻസിന് കുറച്ചൊന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ റെമഡിയേഷൻ ഒക്കെ എടുക്കണ സമയത്ത് അത് നമുക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകാറുണ്ട്. അതായത് മാം, ഓരോ ഇതിനനുസരിച്ചിട്ടാണ് ഉണ്ടാകാറ്. അപ്പൊ ഇത്തരത്തിലുള്ള പാരൻസിന് നല്ലൊരു അവയർനെസിന്റെ ഒരു കുറവ് നന്നായിട്ട് അവിടെ ഉണ്ട്. നമ്മള് മാം പറഞ്ഞ കാര്യം ഇപ്പോ പെട്ടെന്ന് നമുക്കൊരു പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് കുട്ടിക്ക് ADHD ആണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഒന്നാമത് അവരപ്പൊ തന്നെ അപ്സെറ്റ് ആവുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. പിന്നെ അവരത് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, കാരണം അവര് പ്രസവിച്ച് വളർത്തിയ കുട്ടിയാണ്. ആ കുട്ടിയിൽ ഒരുപാട് പ്രതീക്ഷകൾ, കുറെ എക്സ്പെക്ടേഷൻ അവർക്ക് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു പാരന്റ്സിനും അത് അംഗീകരിച്ച് തരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ലോകം മുഴുവൻ അറിഞ്ഞ് ഏതെങ്കിലും രീതിയിലൂടെ ആ പാരന്റ്സിനെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പാരന്റ്സ് എന്ത് ചെയ്യും? അറിയിക്കുന്നവരെ കുറ്റക്കാരാക്കുകയും സ്വന്തം കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിന്റെ പിന്നിലെ അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ലാസ്റ്റ് എല്ലാം കൈവിട്ട് പോകുന്ന കേസ് എത്തുമ്പോഴാണ്, അപ്പൊ പിന്നെ എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് പാരന്റ്സ് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഒരു പാരന്റിനും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അത് കാരണം അവരുടെ പൊന്നോമന മക്കളാണ്. ആ മക്കളെ പറ്റി പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. അപ്പൊ അവർക്കത് കാണുമ്പോൾ തന്നെ എന്റെ മോൻ ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള അവയർനെസ് കൊടുക്കുക. അല്ലാതെ കുഞ്ഞ് പഠിക്കുന്നില്ല, എല്ലാ കുട്ടികളെക്കാളും മോശമാണ്, കുഞ്ഞിന് ADHD ആണ്, കുഞ്ഞിന് ഇത് ലേണിംഗ് ഡിസോർഡർ ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും കമന്റ് ബോക്സിൽ ഇടാമോ? മനസ്സിലായില്ല. മൾട്ടി സെൻസറി അപ്രോച്ചസ് നോട്ട്സ് കമന്റ് ബോക്സിൽ ഇടാമോ? ഗ്രൂപ്പിൽ ഇടാമോ എന്നാണോ കമന്റ് ബോക്സിൽ ഇടാമോ എന്നാണോ? എന്താ ചോദിച്ചത്? ഇല്ല, ഇതിലെ മാം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കെനസ്തറ്റിക് വിഷ്വൽ ഓഡിറ്റർ ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ഞാൻ കമന്റ് മൾട്ടി സെൻസറി അപ്രോച്ചസ്. അപ്പൊ ഇടാവോന്നായിരിക്കണം ചോദിച്ചിട്ടുണ്ടാവാൻ തോന്നുന്നു. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിൽ ഇവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഈ ടീച്ചേഴ്സും അതിന് വില്ലിങ് ആവണം. ടീച്ചേഴ്സും അത്രയും ക്ഷമയുള്ള
ആയിരിക്കണം, Yes. ഇതിനെക്കുറിച്ച് ടീച്ചേഴ്സിന് അവയർനെസ് വേണം. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ ക്ലാസ്സുകൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ ലെവലിലുള്ള പഠന രീതിയാണ് കൊടുക്കുന്നത്. ഒരു കൂട്ടം കുട്ടികൾ നല്ല അഡ്വാൻസ്ഡ് ആണ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കുറച്ച് കുട്ടികൾ എഴുത്തിൽ താഴേക്ക് കുറച്ച് സ്പീഡ് കുറവാണ്, മനസ്സിലാക്കുന്ന കാര്യത്തിൽ സ്പീഡ് കുറവാണ്. പിന്നെ പാരന്റ്സ് ശ്രദ്ധിക്കാത്തവരുണ്ട്. ഇനി പാരന്റ്സ് ശ്രദ്ധിച്ചാലും കുട്ടികളൊന്നും വീട്ടിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുട്ടികൾ, അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് അവരുടെ അസസ്മെന്റ് ഷീറ്റ് കംപ്ലീറ്റ് ഒരു ടീച്ചറുടെ കയ്യിൽ വേണം, A to Z വരെയുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടി പഠിക്കുന്നില്ല എന്ന് ജസ്റ്റ് ഈ ഒരു ഇത് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം. അപ്പൊ അതാ ഫസ്റ്റ് ഡേയിൽ 2-3 ദിവസം കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അക്കാഡമിക്കലി അവരുടെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ ഫാമിലി പരമായിട്ടുള്ളതും കുട്ടിയുടെ മാനസികവും ശാരീരികവും എല്ലാ കാര്യങ്ങളും അത് എഴുതി തയ്യാറാക്കി ആ ഒരു അസസ്മെന്റ് ഷീറ്റ് അതാത് ക്ലാസ് ടീച്ചർ കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു സബ്ജക്റ്റിലാണോ കുട്ടി താഴേക്ക് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ടീച്ചേഴ്സുമായിട്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അതായത് ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ 100-ൽ 100 മാർക്ക് എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും വാങ്ങിക്കണം, ബാക്കിയുള്ളവർ എന്തോ ആയിക്കോട്ടെ എനിക്ക് അത് അറിയേണ്ട വിഷയമില്ല എന്നുള്ളതല്ല. പകരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പിന്നെ ഈ പഠിക്കാത്ത കുട്ടികളെ ഏറ്റവും ബാക്ക് റോയിൽ ഇരുത്തുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ അത് മാറിയിട്ട് അത്തരം കുട്ടികളെ ഫ്രണ്ട് റോയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് കൂടുതൽ ഒരു കെയർ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കും കൂടെ കൊണ്ടുവരണം. അപ്പൊ പാരന്റ്സാണ് ശ്രദ്ധിക്കാത്തത്. സത്യത്തിൽ ഇവിടെ നമുക്ക് ടീച്ചേഴ്സ്, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ പാഷനേറ്റ് ആയിട്ട് ആ ഒരു ജോലി ചെയ്യുന്ന ടീച്ചർക്ക് 2 റോള് അവരവിടെ എടുക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഒരു ടീച്ചറിന്റെ റോള്, ഒന്ന് ഒരു അമ്മയുടെ റോള്. ആദ്യത്തെ അധ്യാപിക അമ്മയാണെങ്കിൽ രണ്ടാമത്തെ അമ്മ അധ്യാപികയാണ്. അപ്പൊ ഈ 2 റോളും ഈ അമ്മ ശ്രദ്ധിക്കാത്ത കുട്ടിയുടെ കാര്യത്തിൽ ഈ ടീച്ചർക്ക് എടുത്തേ പറ്റൂ. കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ, ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുക, പാരന്റ്സിനെ എംപവർ ചെയ്യിപ്പിക്കുക. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനേ ഇല്ല. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവര് അങ്ങനെ ഒരു സംസാരമാണ്. ടീച്ചേഴ്സിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാരന്റ്സിന് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള വർത്താനാണ് അവർ. അല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച സ്കൂളാണ്, ഞാൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാൽ മതി എന്നുള്ളൊരു മട്ടിലുള്ള ഒരു സംസാരം, അതൊന്നും പാടില്ല. ഇത് ഏതെങ്കിലും ഇനി റെക്കോർഡ് സെഷൻ കാണുന്നവരോ ഈ ഒരു വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ടീച്ചറിന്റെ ശരിക്കുള്ള ആ ഒരു ഇത് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ വരാവൂ. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ തന്നെ ഇതിനകത്തേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സമയത്ത് പിറകിലോട്ട് നിൽക്കുന്ന പിള്ളേരെ ഞാൻ വിളിക്കും, ഡെയിലി വിളിച്ചിട്ട് പാരന്റ്സുമായിട്ട് സംസാരിക്കും, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കി മാക്സിമം അതിന് സൊല്യൂഷൻ കൊടുക്കാൻ അവർ ആ പാരന്റ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് അതിലൂടെ കിട്ടിയതിന്. കാരണം ആ കുഞ്ഞുങ്ങളെ നമ്മളങ്ങ് ഏറ്റെടുക്കുക. 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളുടെ അമ്മയായി മാറുക എന്നുള്ളതാണ്. അല്ലെ, തമിഴ്നാട്ടിലൊക്കെ ചില സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അവരെല്ലാവരെയും അങ്ങനെയാണ്, അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ നമ്മളെ അങ്ങനെ വിളിക്കണം. എന്റെ ഒരു സിസ്റ്റർ ഒരു സ്കൂളിൽ പ്രധാന അധ്യാപികയാണ്. ഒരു കുട്ടിക്ക് ADHD, ടിക് ഡിസോർഡർ, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഫ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അവൻ ചാടുകയല്ല, ഫ്ലൈ ആണ്. അവൻ ഈ മേശപ്പുറത്തൊക്കെ കയറിയിട്ട് ഭയങ്കര ഈസി ആയിട്ട് അവൻ താഴേക്ക് എടുത്ത് ചാടിയിട്ട് അങ്ങ് ലാൻഡ് ചെയ്ത് അങ്ങ് പോകും. നമ്മൾ വിചാരിക്കും അവൻ തലയും കുത്തി താഴെ വീഴും. പക്ഷെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ആൾ ചാടുന്നത്. അതുപോലെ നോർമൽ ഒരു കുട്ടിയുടെ അടുത്ത് നിർത്തിയിട്ട് ചാടാൻ പറഞ്ഞാൽ അപ്പോഴും തലയും കുത്തി താഴെ വീഴും. അമ്മാതിരിയാണ് ആ കുട്ടിയുടെ ചാട്ടവും ഓട്ടവും ബഹളം. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പ്രധാന അധ്യാപികയെ വിളിക്കുന്നത് ഉമ്മയെന്നാണ്. അവര് പ്രധാന അധ്യാപികയാണ്, അവർ ഓഫീസിൽ ആ ചെയറിൽ ഇരിക്കേണ്ടവരാണ്. എന്നിട്ട് പോലും ആ കുഞ്ഞു വിളിക്കുന്നത് ഉമ്മയെന്ന്. ഈ കുഞ്ഞിന് ബാത്റൂമിൽ പോകണമെങ്കിൽ ആന്റിയുടെ അടുത്തല്ല പോണത്, ഈ പ്രധാന അധ്യാപിക അടുത്ത് വരെ അവര് കൊണ്ടുപോകണം. കാരണം ആ കുട്ടിയുമായിട്ട് അറ്റാച്ച് ആയത് അത്രയും അതിനുശേഷം ഇവര് തന്നെ വിളിച്ചു പറഞ്ഞ് ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്ത് ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് അത്തരം രീതിയിലേക്കൊക്കെ ആ കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് അവരെ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലൂടെയൊക്കെ ആ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് രാവിലെ പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മുന്നിൽ വന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ച് നേരെയാക്കി എടുക്കാം എന്നുള്ളത് ചിന്തിക്കുക. ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം, എന്തിനാ മാം ഒന്ന് ഓഫ് ചെയ്യാമോ?
അപ്പൊ ഓക്കെ. ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം, സ്കൂളില് ഇത് പ്രോഗ്രാം നടത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഓരോ ഹൗസ് വൈസ് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഒന്ന് അവർ പാരന്റ്സിനെ കൊണ്ട് ഷെയർ ചെയ്യിച്ചൂടെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാലോ, അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ ചെയ്യാനും ഒരു അവസരം കിട്ടും. പാരന്റ്സ് മാത്രം പറയുമ്പോൾ കുട്ടികൾ കേൾക്കില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ പാടുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ ടീച്ചറും കുട്ടികളും കൂടെ പാരന്റ്സ് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുത്താൽ നന്നായിരിക്കൂലേ? കുട്ടികൾ പ്രോഗ്രാമുകൾ അതിലൂടെ വീഡിയോ എടുത്ത് അയക്കൂലേ? പാട്ടൊക്കെ പാടി അയക്കൂലേ? അപ്പൊ അവർക്ക് കൂടുതൽ സമയം നമ്മളും കൂടി ഒന്ന് അപ്രീസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ കയറി വരൂലേ എന്ന് ചോദിച്ച സമയത്ത് ആ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളുടെ പ്രോഗ്രാമിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്തു കൊടുക്കാനോ അതിനൊന്നും ഉള്ള സമയമൊന്നും നമുക്കില്ല, അതൊക്കെ പാരന്റ്സിന്റെ കയ്യിലാണ്, അതൊക്കെ അത് പാരന്റ്സ് തന്നെ ചെയ്യണം, പിന്നെ നമ്മൾക്ക് ഒരു വേദി കൊടുക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ ട്യൂഷന് വരുന്ന കുട്ടികൾക്ക് 1 മാസം മുമ്പേ ഇംഗ്ലീഷ് റെസിറ്റേഷൻ, മലയാളം റെസിറ്റേഷൻ ഇതെല്ലാം ഞാൻ എഴുതി പഠിപ്പിച്ചു. ഇപ്പൊ ഡേറ്റ് എന്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടും മഴ പെയ്തതുകൊണ്ട് ഈ കുട്ടികൾ കുറെ ദിവസം ആബ്സെന്റ് ആയപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഡേറ്റ് അറിഞ്ഞപ്പോൾ എനിക്കും ടെൻഷനായി, കാരണം ഇപ്പൊ കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ അടുത്ത് ഇവിടെ ഇവരെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിടുന്നത്, അത് പഠിപ്പിച്ച് അവർക്ക് A+ കൊടുത്ത് മേടിച്ച് പറഞ്ഞു വിട്ടാൽ മതി, ഇതിലൊന്നും എനിക്ക് തലയിടേണ്ട ഒരാവശ്യമില്ല. പക്ഷേ എന്റെ മുമ്പിൽ വരുന്ന കുട്ടിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് അവന് താല്പര്യമുള്ളത് എന്ന് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കുട്ടികൾ വന്ന ഉടനെ എൻ്റെ അടുത്ത് വിശേഷങ്ങൾ പറയും, സ്കൂളിൽ അവർക്ക് അടി കിട്ടിയതും വഴക്ക് കിട്ടിയതും തമ്മിൽ തല്ലിയതും എന്തുണ്ടെങ്കിലും അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും. അതേ സംസാരിക്കുന്ന ആ കുട്ടിയെ പറ്റി ടീച്ചർ കംപ്ലൈന്റ് പറഞ്ഞത്, 100 പ്രാവശ്യം ഒരു കാര്യം ചോദിച്ചാലും ആ കുട്ടി മിണ്ടൂലാന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന ഉടനെ എൻ്റെ അടുത്ത് വിശേഷങ്ങൾ പറയും. അപ്പൊ നമ്മളടുത്ത് ഒരു കുഞ്ഞ് വന്ന് വിശേഷം പറയണമെങ്കിൽ, ടീച്ചറെ ഇന്ന ഭാഗം എനിക്ക് എനിക്ക് അറിയില്ല, പറഞ്ഞു തരണം എന്ന് ഒരു കുഞ്ഞ് നിർഭയത്തോടുകൂടി വന്ന് പറയണമെങ്കിൽ നമ്മൾ മനുഷ്യനെ പോലെ പെരുമാറിയേ പറ്റൂ, അല്ലേ? കുട്ടികളെ കാണുമ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മനുഷ്യരോട് പെരുമാറുന്ന ആ രീതിയിൽ പെരുമാറണം. ചില ടീച്ചേഴ്സിന്റെ പെരുമാറ്റം കണ്ടാൽ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അതുപോലെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പോയ സമയത്ത് ഒരു കുഞ്ഞ് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ, ഞാൻ ഇങ്ങനെ കയറി പോയത് ഈ കുഞ്ഞ് വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ അങ്ങ് എടുത്തു. കാരണം ആ കുട്ടിക്ക് മനസ്സിലായി ഞാൻ ടീച്ചറല്ല, പുറത്തുനിന്ന് ഒരു കുട്ടിയെ ബാഗും കൊണ്ടുവന്നപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടാക്കാൻ വന്നാണെന്ന് മനസ്സിലായി. ആ കുഞ്ഞിന്റെ ഷോൾഡറിൽ കയറി അങ്ങ് കിടന്നു. അതിന്റെ ഹാർട്ട് ബീറ്റ് എന്റെ ബോഡിയിൽ എനിക്ക് അത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ ഇത് അടിക്കുന്ന സൗണ്ട്, ആ ഇത് ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു പ്രകമ്പനം എന്റെ ബോഡിയിൽ ഇങ്ങനെ 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 ടച്ച് ചെയ്യുന്നുണ്ട് പോലെ എനിക്ക് തോന്നി. സത്യം പറയാൻ വിഷമം തോന്നിപ്പോയി. എന്നിട്ട് പോലും ആ കുട്ടിയെ ടീച്ചർ എന്ത് ചെയ്യാണ്, ഷൗട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് LKG കുട്ടിയാണ്, ഫസ്റ്റ് ആയിട്ട് ആ ക്ലാസ്സുകളിൽ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോയിട്ട് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തു, ഈ കുട്ടികൾ പിന്നെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ എനിക്ക് ഓർമ്മയില്ല, കുറച്ചു കാലം ആയത് ആ സംഭവം നടന്നിട്ട്. അപ്പോഴ് ഈ ടീച്ചർ ഈ അല്ലെങ്കിൽ എന്തിനാണ് കരയുന്നത്, ഒരു മുട്ടായി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി കുട്ടികളെ അവിടെ ഇരുത്തുന്നതിന് പകരം ടീച്ചർ ഓരോ കുട്ടികളെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ വരാനേ താല്പര്യമില്ല, പാരന്റ്സിന് എന്നും പരാതി പറയാനാണ് താല്പര്യം. അപ്പൊ ഇങ്ങനെ ഉള്ളവരൊന്നും ഇത്തരം ജോലിക്ക് പോകരുത്. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് മനസ്സിലാക്കി അവരുടെ ആ ഒരു മെന്റൽ കണ്ടീഷൻസ് മനസ്സിലാക്കി അങ്ങനെ കഴിയാത്തവര് ഈ ടീച്ചിങ് ഫീൽഡ് എടുക്കുകയും ചെയ്യരുത്. നമ്മൾ ട്രെയിനിങ് ഫീൽഡ് തന്നെ എന്ത് നമ്മളെ വിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് നമുക്ക് മാർക്ക് അവര് തരുന്നത്. അതും ആ മാർക്ക് തരൂല, അവർ പിശുക്കിയാണ് അവർ മാർക്ക് തരുന്നത്. അപ്പൊ ഈ കുട്ടികളോട് അവര് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. നമ്മൾ ട്രെയിനീസ് ആയിട്ട് പോകുന്നവരാണ്, നമ്മൾ കുറച്ച് അലിവോട് കൂടി പെരുമാറും. അപ്പൊ ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് സ്വഭാവം മാറും, അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സിനെങ്കിലും ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും അറിയണം. നമ്മൾ ഇപ്പോഴും ഈവൻ ഈ 2025 കാലത്ത് പോലും മാത്സിലും അതുപോലെ സയൻസിലും മാർക്കുള്ളവർ മാത്രമാണ് ടാലന്റഡ് എന്നാണ് ഇപ്പോഴും നമ്മളാണെങ്കിലും ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ചിലപ്പം ലാംഗ്വേജിൽ നല്ല മാർക്കുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി സൂപ്പർബ് ആയിട്ടുള്ള കുട്ടികൾ ആ കഴിവ് തന്നെ അടിച്ചങ്ങോട്ട് അമർത്തും. ഈ ഓടിയും ചാടി നടന്നാൽ മതിയോ, വട്ടക്കുമ്പളങ്ങ കിട്ടുന്നത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സ്പോർട്സിൽ അത്യാവശ്യത്തിലധികം മീൻസ് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല അവസാനം. അപ്പൊ അവര് പറയുന്നത് നോർമലി അവൻ 10th വരെ പഠിച്ച പോലെ +1 +2 സയൻസ് എടുത്ത് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഹ്യൂമാനിറ്റീസ് എടുത്ത് അവന് സ്പോർട്സിലാണ് നന്നായി കളിക്കുന്നത്, ഡിസ്ട്രിക്ട് ലെവൽ വരെ പോയി
മീൻസ് സ്റ്റേറ്റിലേക്കൊന്നും ഇവർക്ക് താല്പര്യമില്ല. കുട്ടിയുടെ ടാലന്റ് കൊണ്ട് മാത്രം ഡിസ്ട്രിക്റ്റിലേക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. അപ്പൊ ഇവർക്ക് നോർമൽ നമ്മുടെ ആ ഒരു ബോക്സിൽ ഫിറ്റ് ആകണം, എൻട്രൻസ് എഴുതണം, എഞ്ചിനീയറിംഗ് കിട്ടണം, എന്നിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഡിഫറെന്റ് കരിയർ ചൂസ് ചെയ്ത പോലെ അത്രയും വർഷം വേസ്റ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് കരിയർ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ അത്രയും ഡിപ്രസ്ഡ് ആയി ഒന്നും അല്ലാതായിത്തീരും. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സ് എങ്കിലും അവെയർ ആയിരിക്കണം. 1 or 2 ഇന്റലിജന്റ് അബിലിറ്റീസ് അല്ല ഈ ലോകത്തുള്ളത്, 9 ഉം 12 ആണെന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ടെന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതില് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് അവനെ അടിപൊളിയാക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് അണ്ണാൻകുഞ്ഞിന് മരങ്കേറ്റം പഠിപ്പിക്കേണ്ട, അതുപോലെ മീനിനെ നീന്തലും പഠിപ്പിക്കേണ്ട. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ 2 പേരുടെയും ലൈഫ് കുട്ടിച്ചോറാവും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ നമ്മള് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മീനിനടുത്ത് മരം കയറാനും വിടും, അണ്ണാനെ അടുത്ത് വെള്ളത്തിൽ വിടും. അവസാനം അവരെങ്ങനെങ്കിലും സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് മരത്തിൽ നിന്ന് ചാടി വെള്ളത്തിലെത്തി അവരവരുടെ സാമ്രാജ്യം ഉണ്ടാക്കും. അതുപോലെയാണ് ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ചില ആൾക്കാർ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഇവരൊക്കെ ടീച്ചേഴ്സ് ആവുന്നത്. പാരന്റ്സിന് ഒരു പരിധി വരെ പ്രഷർ ആയിരിക്കാം. അപ്പൊ നമുക്കത് പാരന്റ്സിനെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയെ പോലെയല്ല മറ്റൊരു കുട്ടി. ഇന്ന കുട്ടിക്ക് ഇപ്പൊ 10 സ്പീഡിലാണ് ഓടാൻ പറ്റുന്നതെങ്കിൽ മറ്റേ കുട്ടിക്ക് 100 ഓടാൻ പറ്റുന്നത് ഈ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ മെല്ലെ ഓടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ അവരുടെ ഫൗണ്ടേഷൻസ് ആണ് സ്ട്രോങ് ആക്കാൻ നോക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ പഠന രീതിന്റെ കുഴപ്പം കൂടിയാണ്. ഇപ്പം ഞാൻ പറയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടും എക്സാമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ. പക്ഷെ നോർമലി എക്സാമുകൾ എന്തിനാണ്? നമ്മള് പഠിച്ചത് എന്താണോ അത് മനസ്സിലാക്കാനും അതൊന്ന് അസസ് ചെയ്യാനും വേണ്ടി മാത്രമാണ് എക്സാമുകൾ. പക്ഷെ നമ്മളിപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എക്സാമുകൾക്കാണ്. ഒരു എക്സാമ്പിൾ പറയണം, ഇപ്പൊ സോഷ്യലിന്റെ കുറെ എക്സാം പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ട് ചിലപ്പോൾ ഫുൾ A+ കിട്ടുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ 4ാം ക്ലാസ് പഠിച്ചോ അല്ലെങ്കിൽ 5ാം ക്ലാസ് പഠിച്ച ജനറൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അവർക്ക് അറിയില്ല. അവർക്ക് 1-2 ക്വസ്റ്റ്യൻസ് അത് എല്ലാ വർഷവും വരും, ഇമ്പോർട്ടന്റ് ആണ്, 10 മാർക്കിനും 5 മാർക്കിനും ഇതൊക്കെ കാണാപ്പാഠം പഠിക്കുക, അങ്ങനെ എഴുതാം. പക്ഷെ അത് പഠിച്ചതുകൊണ്ട് എന്താ കാര്യം? ഇവർക്കൊരു ഫൗണ്ടേഷൻ ഇല്ല. ഇപ്പം അക്ബറിന്റെ ചോദ്യമാണ് വരുന്നെങ്കിൽ അക്ബറിന്റെ ആ ചോദ്യം മാത്രം പഠിക്കും. പക്ഷെ മുഗൾ സാമ്രാജ്യം എന്താണെന്നോ ഈ മുഗളന്മാർ ആരാണെന്നോ ഒന്നും അറിയില്ല. അക്ബറിന്റെ ഒരു 5-6 വരികളും കാണാപ്പാഠം പഠിച്ചു, 5ൽ 5 മാർക്കും കിട്ടി, ജസ്റ്റ് എസ്കേപ്പ് ആയി. പിന്നെ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പം തന്നെ അറിയാം ഫുൾ A+ കിട്ടിയ കുറെ പൊട്ടന്മാരെ, മീൻസ് ഐ എം നോട്ട് യൂസിങ് ദാറ്റ് വേർഡ്, ഒന്നും അറിയാത്ത, മീൻസ് അത് അവരുടെ കുഴപ്പം കൊണ്ടോ ഇന്റലിജന്റ് അബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഒന്നല്ല, ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് മാത്രമാണ്. കാരണം അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും, നല്ല മിടുക്കരാണ്, ഫുൾ A+ ഉണ്ട്, ഫുൾ മാർക്ക് ഉണ്ട്, അങ്ങനെയുള്ളൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ ടോപ്പ് ആവാൻ പറ്റും. പക്ഷേ നമ്മളെ ആ ഒരു നമ്മൾ ഇപ്പം ആസ് എ പാരന്റ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ മോള് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുള്ളൂ, പക്ഷെ എന്നാലും എക്സാമിന് ഒരു പ്രയോറിറ്റിയും കൊടുക്കാറില്ല. ഞാൻ അവളോട് പറയാറുണ്ട് നിനക്ക് അറിയില്ല എന്നുള്ളതിന്റെ റീസൺ ആയിട്ടാണ് നിനക്ക് ഒരു മാർക്ക് മിസ്സാവുന്നത്, അപ്പൊ അത് ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കണത് ഒന്നുകൂടി കവർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, ദാറ്റ്സ് ഓൾ. അല്ലാതെ മാർക്കിന് വേണ്ടി എക്സാം തലേന്നിരുന്ന് അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേ ഈ ഒരു പേപ്പറിന് വേണ്ടി മാത്രം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, മീൻസ് ഹയർ ക്ലാസ്സിനോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനോ ഇറ്റ്സ് ഓക്കെ, അല്ലാതെ ഈ ഫൗണ്ടേഷൻ വേണ്ട. ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി സയൻസും സോഷ്യലൊക്കെ ഫൗണ്ടേഷൻ ആണ് അത്യാവശ്യം. ഇതൊന്നും ഇല്ലാതെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറെ ഒരു 5-6 വർഷത്തെ സോൾവ് ചെയ്ത് അവർക്ക് മാർക്ക് കിട്ടുന്നതും ബേസിക്സ് ഒക്കെ പഠിച്ച് ഓരോ കട്ടകൾ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് എടുക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കുറച്ചും കൂടെ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് ഈസിയാണ് 4 മണിക്ക് വീട്ടിൽ പോവാം, 2 മാസം ലീവ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ വീട്ടിലിരിക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പാരന്റ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇന്ന വൈറ്റ് കോളർ ജോബുകൾക്കാണ് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാത്രമേ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും, അതൊന്നും ബോധർ ചെയ്യാതെ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളെ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സും മദേഴ്സും ആണ് നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ വരുള്ളൂ. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും നമ്മളെ അമ്മമാര് ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലാണ് ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ അമ്മമാരും ടീച്ചർമാരും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അധ്യാപകർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വിജയിച്ച ഒരുപാട് പേരുടെ ലിസ്റ്റിൽ എത്തുമ്പോൾ പുറകില് അമ്മയോ അല്ലെങ്കിൽ ടീച്ചറോ ഉണ്ടായിരിക്കും അവരുടെ കഴിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മയാവാൻ ആയിരിക്കണം നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. മീൻസ് അതിന് ഇന്ന ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഇന്ന ഒരു ടീച്ചറായി തന്നെ അവരുടെ ജീവിതത്തിൽ വേണമെന്നില്ല. എന്തൊരു ഉപദേശം കൊടുക്കുന്നില്ലേ, എന്തൊരു കാര്യം പഠിപ്പിക്കുന്നത് ഒരു അധ്യാപകരെ പൊസിഷനാണ്. അപ്പൊ നമുക്ക് കഴിയണം ആ ഒരു കുട്ടിക്ക് നല്ല ടാലന്റ് ഉണ്ട് പാട്ടിലാണെങ്കിൽ ആ ഒരു വഴിക്ക് വിടാൻ പാരന്റ്സിനെ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ നമുക്കറിയാം പലതരം ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും നമ്മുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോഴും അത്രക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണെങ്കിലും ഇപ്പൊ കിനസ്തെറ്റിക്കും അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ പാട്ടുകാർ അല്ലെങ്കിൽ ആർട്സിൻ്റെതൊക്കെ ആക്സെപ്റ്റ് ചെയ്തത് നമ്മളെ സോഷ്യലിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ? എല്ലാ സ്പോർട്സിനും ഇപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സ്പോർട്സ് എല്ലാം സ്പോർട്സ് ആണെന്നുള്ള ഒരു ആക്സെപ്റ്റൻസിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ക്രിക്കറ്റിന് ആ ഒരു ഫിലിം സ്റ്റാർസിനെ പോലെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ പോലെ ഒരു ഹൈപ്പ് ഉള്ളത് കൊണ്ടാണ് ക്രിക്കറ്റിന് വിടുമ്പോൾ ഓക്കെയാണ്, അല്ലെങ്കിൽ ഫുട്ബോളിന് വിടുമ്പോൾ ഓക്കെ ആണെന്നുള്ളൊരു ലെവലിലേക്ക്. അപ്പൊ നമ്മുടെ സോഷ്യൽ എന്താ പറയാ കുറെ ടാബൂസ് ഒക്കെ മാറി നമ്മൾ ബാക്കിയുള്ളവരൊന്നും നോക്കിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തു തുടങ്ങാം. മീൻസ് എക്സാമിന് വേണ്ടി ആവരുത് പഠിക്കേണ്ടത്, പഠിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം, എന്നാലേ ഹയർ ക്ലാസ്സുകളിലേക്ക് ഈസി ആവുള്ളൂ. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കുട്ടികൾ നെക്സ്റ്റ് ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്, എന്നാലും നമ്മൾ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റലിജൻസ് ഒരുപാടുണ്ട്, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരേ സ്പീഡിൽ ഓടാൻ പറ്റില്ല. നമ്മള് എന്താ പറയാ സ്പീഡുള്ള ജെറ്റുകളും ഉണ്ടാവും, അതുപോലെ തന്നെ സൈക്കിൾ ഓടുന്ന ആൾക്കാരും ഉണ്ടാവും. അത് രണ്ടും കൂടെ ചേർന്നാണ് ലോകം. അതിന്റെ സ്പീഡ് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ടീച്ചേഴ്സ് എല്ലാം ഈ ചൈൽഡ് സൈക്കോളജി, പാരന്റിങ് സൈക്കോളജി, ടീച്ചേഴ്സിന്റെ സൈക്കോളജി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറെ സൈക്കോളജി ആ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കും. ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ കൊണ്ട് പഠിപ്പിച്ചിട്ട് ഒന്നും ആവാത്തത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കുറച്ച് ഈ കൗൺസിലേഴ്സും മറ്റ് ട്രെയിനേഴ്സും പോയിട്ട് ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു അവസ്ഥ അല്ലെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൂന്നാമതൊരാൾ അവിടേക്ക് കടന്നു വന്ന ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത്? നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഹെൽപ്പ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആവാതെ നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു കുട്ടിയുടെ A to Z വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് അവരെ മുന്നോട്ട് വരിക തന്നെ വേണം. അതിന് പാരന്റ്സിനെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. പാരന്റ്സിനോട് കുറ്റപ്പെടുത്തി പറയാതെ അവരെ കൂട്ടുപിടിച്ച് അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹേബൽ അൻവറിന്റെ കാര്യം, അദ്ദേഹത്തിന് പഠിക്കാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പാരന്റ്സ് പോലും പറഞ്ഞത് പഠിക്കാത്ത കുട്ടി എന്തോ പ്രശ്നമുണ്ട്, അവസാനം പലയിടത്തും കൊണ്ട് നടന്നവരല്ലേ പഠിപ്പിക്കാൻ വേണ്ടി പലയിടത്തും കൊണ്ട് നടന്നു. പുള്ളിക്കാരൻ സ്കൂളിൽ അധികം പോയിട്ടില്ല. അവൻ പറയുന്നത് സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല, ടീച്ചേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ കുട്ടികൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പേടിയാണ് പോയി ചോദിക്കാൻ, എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണ്, തെറ്റിപ്പോകുന്നുള്ള ഭയം കൊണ്ട്. അപ്പൊ ഈ തെറ്റിപ്പോയാലും വന്ന് ചോദിക്കാൻ അവർക്ക് കഴിയണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ കുട്ടികളോടുള്ള പെരുമാറ്റം, പാരന്റ്സിനോടുള്ള പെരുമാറ്റം. ചിലര് ഒരു വര വരച്ചാൽ അതിൽ നിൽക്കണം എല്ലാവരും, കുട്ടികളെല്ലാവരും. ആ ഒരു രീതിയാണ് ഇന്നും അത് അനുവർത്തിച്ചു പോരുന്ന സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ പലതും കാണുന്നുണ്ട്. അപ്പം നല്ല മനുഷ്യരാവുക, നല്ല മനുഷ്യരാകാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ മെന്റലി ഇൽനെസ് ഉള്ളവരെ മറ്റുള്ള പേരുകൾ വെച്ച് വിളിക്കാതെ അവരെ സ്പെഷ്യൽ കിഡ് എന്ന് തന്നെ വിളിക്കുക. അതുപോലെ സ്പെഷ്യൽ പാരന്റ് അങ്ങനെ വിളിക്കുക. പല പേരുകളിലും നമ്മൾ പണ്ട് കാലങ്ങളിൽ വിളിക്കുമായിരുന്നു. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ഒന്നും വേണ്ട, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരു നൈർമല്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു കരുണ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടി എന്ന് പറയുന്നത് അല്ലെ? അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ A+ കിട്ടിയിട്ട് പരസ്പരം മനുഷ്യനെ തിരിച്ചറിയാതെ പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തരം നോട്ട്സ് ഒക്കെ ആവശ്യമുള്ളവരാണെന്ന് തോന്നുന്നു ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന. ഒന്നുകിൽ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പാരന്റ്സ് അങ്ങനെയുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും സമയം വരെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. എനിവേ ഇനി നെക്സ്റ്റ് ഡേയിൽ നമുക്ക് മറ്റൊരു ട്രെയിനറുമായിട്ട് കാണാം. അപ്പോഴത്തേക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിൽ അറിയിക്കുക, സന്തോഷങ്ങൾ അറിയിക്കുക. എന്തായാലും ക്ലാസ് എടുത്ത നമ്മുടെ ശാൽമിയ മാം, അതുപോലെ നമുക്ക് ഇൻട്രോ പറയാൻ വന്ന 21 ബാച്ചിലെ നമ്മുടെ ഒരു
സ്റ്റുഡൻ്റാണ് ഹമീദ വഹാബ് മാം. മാമിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഇതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഫൈസൽ സാറിനും വിംബിളിലെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പം? യെസ്. ഓക്കെ, ഗുഡ് നൈറ്റ്.